അങ്ങനെ ജെൻസി മാനിഫെസ്റ്റോയുടെ യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് എവിടെയാണ്? കൊല്ലത്താണ്. ഈ കൊല്ലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണ് കൂടിയാണ് കൊല്ലം. അപ്പൊ ഈ കൊല്ലത്ത് വന്നിട്ടേ നമുക്ക് വെറുതെ അങ്ങ് വന്നിട്ട് പോകാൻ പറ്റില്ലല്ലോ. ഒരിക്കലും പറ്റില്ല. കൊല്ലം കുണ്ടറയിൽ ഒരു സെലിബ്രിറ്റി സ്ഥാനാർത്ഥി, എന്റെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്. ആരാ അത് മറ്റാരുമല്ല, റോബിൻ രാധാകൃഷ്ണനാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് റോബിൻ രാധാകൃഷ്ണന്റെ വിശേഷങ്ങളാണ് ജെൻസി മാനിഫെസ്റ്റോയിൽ പങ്കുവയ്ക്കുന്നത്. തുടങ്ങാം. യെസ്, സോ വെൽക്കം ടു ജെൻസി മാനിഫെസ്റ്റോ. ചേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പൊ ഒരു പുതിയ രൂപത്തിലും ഭാവത്തിലും ഒക്കെയാണ് ഇപ്പൊ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഒരിക്കലും ഇല്ല, സെയിം രൂപം തന്നെയാണ്. ഇതുവരെ ഇല്ലാത്തൊരു സ്ഥാനാർത്ഥി എന്നുള്ള ലേബൽ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം ഒരുപാട് ഫെയിം ഉള്ള ഒരാളാണ് ഡോക്ടർ റോബിൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഫെയിമിന്റെ ഒരു ബലത്തിലാണോ ഈ ഒരു സ്ഥാനാർത്ഥി ആവാനുള്ള ഒരു തീരുമാനത്തിലോട്ട് എത്തുന്നത്? ഇല്ല, ആക്ച്വലി ഞാൻ MBBS പഠിക്കുന്ന ടൈമിലാണ്, ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, MBBS പഠിക്കുന്ന ടൈമിലാണ് എനിക്ക് പൊളിറ്റിക്സിലേക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നിയത്. പക്ഷേ ഇതിലേക്ക് എങ്ങനെ എത്തണം ഇതൊന്നും എനിക്ക് ആരും പറഞ്ഞു തരാനോ അല്ലെങ്കിൽ ആരും ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനോ റെക്കമെൻഡ് ചെയ്യാനൊന്നും ആരും ഇല്ല. സോ ആ ടൈമിൽ MBBS കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ട്രിവാൻഡ്രത്ത് GG ഹോസ്പിറ്റലിൽ IP പേഷ്യൻ്റ് ഇൻചാർജായിട്ട് ഒരു 7-8 വർഷം വർക്ക് ചെയ്തു. അപ്പോൾ അവിടെ ഇരുന്നിട്ടാണ് ബിഗ് ബോസ് ഷോനെ പറ്റി പെട്ടെന്ന് ഇങ്ങനെ അറിഞ്ഞ ഒരു ലീവ്. 2 പ്രാവശ്യം കോവിഡ് വന്നപ്പോൾ എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ കുറച്ച് വീക്കായപ്പം ലീവ് എടുത്തു. അപ്പോൾ ലീവ് എടുത്ത ടൈമിലാണ് ബിഗ് ബോസ് സീസൺ 3 നടക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കൊള്ളാലോ. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇതിൽ പോയി കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഫെയിം ആകാൻ പറ്റും. അങ്ങനെ എനിക്ക് ഇതിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തന്നു. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്കറിയാലോ, അത്യാവശ്യം ആൾക്കാരിലേക്ക് എത്തി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരനാവാൻ ഒരുപാട് മോഹിച്ച ഒരാൾക്ക് ഫെയിം കിട്ടാൻ വേണ്ടി ബിഗ് ബോസിൽ പോയി. ശരിക്കും അത്തരത്തിലുള്ള ഒരു ഫെയിം ആണോ ശരിക്കും രാഷ്ട്രീയത്തിൽ ആവശ്യം? അല്ല, രാഷ്ട്രീയത്തിൽ ഇപ്പം ഞാൻ പറയട്ടെ, ഞാനൊരു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനായിട്ട് ഞാനിപ്പം GG ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ഇപ്പം നിങ്ങളുടെ ഫ്രണ്ടിൽ നിൽക്കാൻ പറ്റത്തില്ല. ഞാനിപ്പോഴും അവിടെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നതിനെ ട്രൈ ചെയ്യും. പക്ഷേ എൻ്റെ ആരും വലിയ പാർട്ടിയിലെ വലിയ ആൾക്കാരോ അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയക്കാരോ, രാഷ്ട്രീയമുണ്ട് പക്ഷേ എല്ലാവരും വലിയ നേതാക്കളോ അങ്ങനെ ഉള്ള ആരും അല്ല. സോ അപ്പോൾ ഒബ്വിയസ്ലി ഞാൻ തന്നെ സ്വന്തമായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ എനിക്ക് ഈ ഒരു സ്ഥലത്തേക്ക് എത്താൻ പറ്റൂ. അപ്പോൾ ഈ ഒരു ഫെയിം ആക്ച്വലി എനിക്ക് ഈ പറഞ്ഞ മെയിൻ ലീഡേഴ്സിലേക്ക് എത്താൻ ഈസി ആയിരുന്നു. ഞാൻ അങ്ങോട്ട് ചോദിച്ച് എനിക്കൊരു മീറ്റിംഗ് കിട്ടി. അതിൽ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, ഞാൻ എന്താണെന്ന് അവരുടെ അടുത്ത് വ്യക്തമാക്കി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ കണക്ക് ആരും എനിക്ക് വേണ്ടി മോട്ടിവേറ്റ് ചെയ്യണോ പുഷ് ചെയ്യാനോ റെക്കമെൻഡ് ചെയ്യണോ ഒന്നുമില്ല. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്ന കണക്ക് ഞാൻ തന്നെ എഫേർട്ട് എടുത്തിട്ട് ഞാൻ തന്നെ ഫോളോ അപ്പ് ചെയ്തു. ഞാൻ തന്നെ അതിന് വേണ്ടി ട്രൈ ചെയ്ത് 1% ചാൻസേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ 1% ചാൻസിന് വേണ്ടി ഞാൻ ട്രൈ ചെയ്തു. ഇപ്പം ഞാൻ ഇവിടെ. പക്ഷെ അപ്പോഴും അതിലൊരു പ്രശ്നമുണ്ടല്ലോ. നമ്മൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് പൊതുവേ കാണുന്നതാണ്, എങ്ങനെയെങ്കിലും ഒരു സ്ഥാനാർത്ഥി ആവണം എന്നില്ല, ഒരു സ്ഥാനാർത്ഥി കുപ്പായം എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ റോബിനെ ഞങ്ങൾ കണ്ടത് എന്താ വെച്ചാൽ, പെട്ടെന്ന് ഒരു ദിവസം BJP ഒരു മെമ്പർഷിപ്പ് എടുക്കുന്നു, തൊട്ടടുത്ത ദിവസം എന്ന് പറയുന്നത് പോലെ BJP സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നു. അപ്പൊ ഇതൊക്കെ മൊത്തത്തിൽ ഞാൻ ആക്ച്വലി ഒരു ഫോട്ടോ ആക്ച്വലി രാജീവ് സാറിന്റെ കൂടെ പോസ്റ്റ് ചെയ്തിരുന്നു. ആ ഫോട്ടോ എന്ന് പറയുന്നത് 2024 ലോക്സഭ ഇലക്ഷൻ എൻ്റെ രാജീവ് സാറിനെ മീറ്റ് ചെയ്യുന്ന ഫസ്റ്റ് മീറ്റിംഗിൽ എടുത്ത ഫോട്ടോ, എൻ്റെ ഫാദറിന്റെ ഫോണിൽ കിടന്ന ഫോട്ടോയാണ് ഞാൻ 2026 ജനുവരിയിൽ പോസ്റ്റ് ചെയ്തത്. സോ ഐ വാസ് ടോട്ടലി പ്ലാൻഡ്. ആണ് എനിക്കറിയാം ഈ സമയത്ത് അത് ഇട്ട് കഴിഞ്ഞാൽ ഇലക്ഷൻ ടൈം വരെയാണ്, ഐ ഹാവ് ടു വെയിറ്റ്. അതുകൊണ്ട് ആ സമയത്ത് ഇടുമ്പോൾ ഒബ്വിയസ്ലി ഒരുപാട് പേര് അതിനെപ്പറ്റി ചർച്ച ചെയ്യും. ഞാൻ അതിനനുസരിച്ച് ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടു. ഞാൻ ഇതാണ് എൻ്റെ പാർട്ടി, എൻ്റെ പൊളിറ്റിക്കൽ വ്യൂ പറഞ്ഞു. റോബിന്റെ ഒരു രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു കടന്നുവരവ് വ്യക്തമായ ഒരു പ്ലാനിംഗ് ആയിരുന്നു. പണ്ട് മുതലേ BJP അനുഭവം തന്നെയാണ്. അതെ, ഇനി 2014 ശ്രീ നരേന്ദ്രമോദിജി പ്രൈം മിനിസ്റ്ററായിട്ട് ജോയിൻ ചെയ്ത സമയം തൊട്ടേ പുള്ളിക്കാരൻ്റെ കൂടെ എനിക്കൊരു ഇഷ്ടം തോന്നി. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ചോയ്സ് ഉണ്ടാകും. എനിക്ക് പുള്ളിക്കാരൻ്റെ അടുത്ത് ഒരു ഇഷ്ടം തോന്നി. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പുള്ളിക്കാരൻ ഒബ്സർവ് ചെയ്തത്. നമുക്കൊരു ഓറ ഫീൽ ചെയ്തില്ല. ഇഷ്ടം തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാ? ഈസ് ഭയങ്കര കോൺഫിഡൻസ് ഉള്ളൊരു മനുഷ്യനാണ്. പിന്നെ ഒരു ഓറ, അത് മാത്രമല്ല ഭയങ്കര എന്താ പറയുക, ഹീസ് ലൈക്ക് വെരി കീൻ. കറക്റ്റായിട്ടാണ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്. ഓവറായിട്ട് ഒരുപാടും പറയത്തില്ല, കുറച്ചും പറയത്തില്ല. പിന്നെ എന്ത് വന്നാലും ഫേസ് ചെയ്യാനുള്ളൊരു ചങ്കൂറ്റം, അത് വളരെ കുറച്ച് ആൾക്കാരിലേക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ക്വാളിറ്റിയാണ് എനിക്ക് പുള്ളിക്കാരൻ വളരെ ഇൻസ്പിറേഷനായിട്ട് തോന്നി. ഇനി എന്തൊക്കെ വന്നാലും, ഭൂമി ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞാൽ ഭൂമി കുലുക്കം വന്നാലും ഹീസ് വെരി സ്ട്രോങ്. ആ ഒരു സ്ട്രോങ് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് വരുന്ന ആൾക്കാരെന്ന് പറയുന്നത് അവർ ലൈഫിൽ എവിടെയെങ്കിലും എത്തും. ഇപ്പൊ റോബിൻ രാധാകൃഷ്ണൻ കുണ്ടറയിൽ നിന്ന് ജയിച്ച 90 ദിവസത്തിനകം പ്രധാനമന്ത്രി കൊണ്ടുവരാന്നിങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഒരു ഉറപ്പാണ്. അപ്പോൾ അതിൽ ഈ ട്രോളന്മാരെ പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രധാനമന്ത്രി കൊണ്ടുവന്നിട്ട് എന്തിനാണ് കുണ്ടറ വഴി ഓടിക്കാനോ എന്നൊക്കെ സാധനം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് എന്താണ് മറുപടി? മാത്രമല്ല ഇതിപ്പോ ഇനിയിപ്പോ എങ്ങനെയായിരിക്കും പ്രധാനമന്ത്രിയായിട്ടൊക്കെ ബന്ധപ്പെടാൻ പോകുന്നത്? പക്ഷെ ജയിച്ചാൽ എങ്ങനെ ഇവിടെ കൊണ്ടുവരും, എങ്ങനെ അതെങ്ങനെ പ്ലാൻ ചെയ്തേക്കുന്നത്? ഞാൻ പറഞ്ഞ കണക്ക് എനിക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി, എന്നെ ചൂസ് ചെയ്ത മോളിൽ സെൻട്രലിനാണ്, സ്റ്റേറ്റിലെ ആൾക്കാർ അവിടെ നിന്ന് എൻ്റെ ലിസ്റ്റിൽ എൻ്റെ പേര് ഇൻക്ലൂഡ് ചെയ്ത് കൊടുത്തു. അവിടെ നിന്ന് എന്നെ ആരും റെക്കമെൻഡ് ചെയ്യുന്നില്ല. അവർ ആയിട്ട് എന്നെ നോക്കിയിട്ട് അനലൈസ് ചെയ്തിട്ട് എന്നെ ഇവിടത്തേക്ക് അവരെന്ത് ചെയ്തതാണ്
അല്ല ഞാൻ പോയി ചോദിച്ചതല്ല എനിക്ക് കുണ്ടറ. ഞാൻ അപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് കുണ്ടറയാണ് കിട്ടിയത്. എനിക്ക് അറിയാമായിരുന്നു കിട്ടാത്തതിൽ നിരാശയുണ്ടോ? എന്താ വർക്കല കിട്ടാത്തതിൽ കാരണം നിരാശയുണ്ടോ? വർക്കല home town കൂടിയാണല്ലോ. ഞാൻ പറയട്ടെ, വർക്കല ഒബ്വിയസ്ലി എൻ്റെ ഹോം ടൗൺ ആണ്. പക്ഷേ വർക്കല കിട്ടാതിരുന്നത് ഇപ്പം നന്നായി തോന്നുന്നു. കാരണം കുണ്ടറ ഭയങ്കര നല്ല മനുഷ്യരാട്ടോ. ഈ കാരണം ഞാൻ കുണ്ടറയിൽ ഇപ്പൊ ഇറങ്ങിയ എല്ലാവരോടും മുന്നേ, അതായത് സ്ഥാനാർത്ഥി ആവുന്നതിന് മുന്നേ ഒക്കെ എല്ലാവരും ഒക്കെ പരിചയമായി, അങ്ങനെ എല്ലാവരും കുറച്ച് ആത്മബന്ധമുണ്ടോ? ഞാൻ ആക്ച്വലി ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആക്ച്വലി എന്ത് ചെയ്താ ഞാനിവിടെ വരുന്നത്. ഐ മീൻ ഇത് അറിഞ്ഞതിന് ശേഷമാണ് രാത്രി വരുന്നത്. കാരണം എൻ്റെ അമ്മയ്ക്ക് കുറച്ച് സർജറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മേനെ ആക്കിയിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ വന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഒരു പുതിയ സ്ഥലം, അറിയാത്ത ആൾക്കാർ, എന്താണ് ഒന്നും അറിയത്തില്ല. പക്ഷേ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് BJPയുടെ പ്രവർത്തകർ എല്ലാവരും. ഭയങ്കര എൻ്റെ വീട്ടിലൊരു അംഗത്തെ പോലെയാണ് അവർ കണ്ടതും ഇപ്പോഴും കാണുന്നതും. എന്താവശ്യം ഉണ്ടെങ്കിലും ഒരു കുറവും വരുത്താൻ ഞാൻ അവരെ അധികം ബുദ്ധിമുട്ടിക്കാറില്ല. പക്ഷെ എന്നിരുന്നാലും ഒരു മ്യൂച്വൽ റെസ്പെക്റ്റിൽ എവിടെ ചെന്നാലും ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ, എവിടെ ചെന്നാലും സ്നേഹം, ആ ഒരു ഈവൻ ആ ബിഗ് ബോസ് ഷോയിന്റെ ആ ഒരു സ്നേഹം പോലും കുറച്ച് വലിയ അതാണ് അതിന് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ റോബിനെ കണ്ടത് വെച്ചാൽ ഒരുപാട് ആരാധകരുടെ നടുക്കുള്ള ഒരാളാണ് റോബിൻ. കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ അങ്ങനെ കാണുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നേതാക്കന്മാരോട് ഒരു വ്യക്തി ആരാധന പോലെ തോന്നുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റോബിന്റെ കൂടെ ഫോട്ടോ എടുക്കുന്ന കുഞ്ഞ് കരഞ്ഞു നിൽക്കുന്ന കുട്ടീനെയൊക്കെ ഞങ്ങൾ പലതവണ കണ്ടതാണ്. അത് ബിഗ് ബോസ് കാലം ഉൾപ്പെടെ കണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ രാഷ്ട്രീയ നേതാക്കളോട് ഇപ്പൊ റോബിൻ ഇപ്പോൾ ഒരു ബിഗ് ബോസ് താരം എന്നത് ഞാൻ ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവോ ഒരു ഭയങ്കര പൊളിറ്റീഷ്യൻ ഒന്നും ആയിട്ടില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് വന്നിട്ട് ഒരു 5 ദിവസമേ ആയിട്ടുള്ളൂ. മനസ്സിൽ ഇതെൻ്റെ 6ാമത്തെ ദിവസമാണ്. 6 ദിവസം മുന്നേ വരെ എൻ്റെ ലൈഫ് പാറ്റേൺ എൻ്റെ ഡിഫറെൻറ്റാണ്. പക്ഷേ ഈ 6 ദിവസമായിട്ട് ഈ ഒരു വേൾഡിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ട് വേറൊരു രീതി. ഞാൻ എപ്പോഴും ലൈഫ് ബിഫോർ ബിഗ് ബോസ് ആഫ്റ്റർ ബിഗ് ബോസ് എന്ന് പറഞ്ഞിരുന്ന ആളാണ്. പക്ഷേ ഇപ്പം ഈ പ്രഖ്യാപനത്തിന് ശേഷമുള്ളത് എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയാണ്. കാരണം 4 മണിക്ക് എണീക്കുക, 5 മണിയാകുമ്പോഴത്തെ ക്യാമ്പയിന് പോവുക, രാത്രി വരിക, രാത്രി ഇവിടെ നിന്ന് അമ്മേനെ പോയി രാത്രി കണ്ടിട്ട് തിരിച്ച് ഞാൻ വരുന്നത് രാവിലെ 4 മണിക്കാണ്. ചിലപ്പം ഞാൻ ഉറങ്ങുന്ന 1 മണിക്കൂറോ 2 മണിക്കൂറോ കഷ്ടിച്ച് ഞാൻ ഉറങ്ങും. മനസ്സിലായില്ല? ഇതാണ് എൻ്റെ ഉറക്കത്തിൻ്റെ പാറ്റേൺ. പക്ഷേ ടു ബി ഫ്രാങ്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ ഇപ്പോഴും പറയുന്നു, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ കുണ്ടറ മണ്ഡലത്തിലെ വിജയമായി MLA ആവുകയാണെങ്കിൽ റിസൾട്ട് വന്ന് 90 ദിവസത്തിനകത്ത് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിനെ ഇവിടെ കൊണ്ടുവന്നിരിക്കും. കേരളത്തിന് ഒരു രാഷ്ട്രീയ പശ്ചാത്തലം നമുക്കറിയാലോ. കാലാകാലങ്ങളായിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരാൻ ഇതൊരു BJPക്ക് ഒരു ഇടം എന്തോ കേരളത്തിൽ ഇപ്പൊ പറഞ്ഞില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അത് ഇച്ചിരി BJPയിലോട്ടോ അല്ലെങ്കിൽ NDAയിലോട്ടോ മാറിക്കോട്ടെ. ആ കോൺഫിഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു MLA ആകുമ്പോൾ നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അല്ലേ? അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ നാട്ടിലെ മനുഷ്യർക്ക് അത് അറിയാൻ പറ്റും. ഇപ്പോൾ ടു ബി ഫ്രാങ്ക് പറഞ്ഞാൽ എൻ്റെ കുണ്ടറ മണ്ഡലത്തിലെ MLAനെ ഈ ഇലക്ഷൻ്റെ ടൈമിൽ കഴിഞ്ഞ 5 വർഷം മുന്നേ കണ്ടതിന് ശേഷം പലരും അതിനുശേഷം കണ്ടിട്ടില്ല. ഈ ഇലക്ഷൻ്റെ ക്യാമ്പയിൻ്റെ സമയത്ത് മാത്രമാണ് കണ്ടത്. കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് ഞാൻ അറിഞ്ഞു വെച്ചിട്ട്, പലരും പറഞ്ഞു വെച്ചിട്ടാണെങ്കിൽ പുള്ളിക്കാരൻ ഈ പറഞ്ഞ കണക്ക് എന്താ പറയുക, പല ഈ വേദികളിലും പല കല്യാണവും ഇതിലൊക്കെ പോകുന്നു. എനിക്ക് വേണമെങ്കിൽ പോവാം, കാരണം എനിക്ക് അറിയാത്ത മണ്ഡലമാണ്, എനിക്ക് പരിചയപ്പെടണം എല്ലാവരെയും. സോ ഒബ്വിയസ്ലി എനിക്ക് പോടേ പ്രശ്നമില്ല. മനസ്സിലായില്ലേ? കാരണം എനിക്ക് അറിയണമല്ലോ, എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. ഞാൻ ഇനി എവിടെ ചെന്നാലും അത് ഇലക്ഷൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഞാൻ പുതിയ ആളാണ്, എൻ്റെ നാടല്ല. അപ്പോൾ എനിക്ക് പോയി ചെയ്യാം. പക്ഷേ ഒരു MLA എന്ന് പറഞ്ഞ ഒരാൾ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് പോകണമെന്ന് അറിയുന്നതിൽ സത്യം പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കേൾക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതേപോലെ തന്നെ LDFൻ്റെ കാൻഡിഡേറ്റ് ആണെങ്കിലും ഞാൻ അറിഞ്ഞു വെച്ചിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി തൊട്ടാണ് പുള്ളിക്കാരനും എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യാം, ഇലക്ഷനാണ്, എല്ലാവർക്കും അറിയാം. ഇപ്പം ഞാനിപ്പം ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മണ്ഡലത്തിൽ MLA ആണെന്നുണ്ടെങ്കിൽ അടുത്ത 5 വർഷം ആകുമ്പോൾ നമ്മുടെ ആൾക്കാർ എന്നെ സ്വന്തമായിട്ട് പറഞ്ഞോളൂ, അത് നമ്മുടെ പയ്യനാണ്. മനസ്സിലായില്ലേ? എന്നെ അത്രയ്ക്ക് കാരണം നമുക്ക് ആകെ കിട്ടിയൊരു ചാൻസ് എവിടെയാണ് BJPക്ക്? കോർപ്പറേഷൻ ട്രിവാൻഡ്രം. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരാൾ BJP ഇത് നമ്മുടെ കോർപ്പറേഷൻ പിടിച്ചു. അത് മാത്രമല്ല, പുള്ളിക്കാരൻ എനർജറ്റിക് ആയിട്ട് നിന്ന് പ്രവർത്തിക്കുകയാണ്. ബഡ്ജറ്റ് കണ്ടില്ലേ? എല്ലാ രീതിയിലും മോസ്റ്റ്ലി ഉള്ള ആൾക്കാരെല്ലാം ഹാപ്പിയാണ്. കാരണം നമ്മളൊരു സ്ഥലത്ത് MLA അല്ലെങ്കിൽ ഒരു പ്രതിനിധി ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ട? ആ നാട് നന്നാക്കണം. കുടിവെള്ളം പോലും കിട്ടുന്നില്ല. എന്ന് വെച്ചാൽ 7 പഞ്ചായത്തുണ്ട്. 5 പഞ്ചായത്തുകളിൽ ഇപ്പോഴും കുടിവെള്ളം രൂക്ഷമാണ്. അപ്പോൾ എന്തുകൊണ്ട് രൂക്ഷമാവുന്നത്? അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തണ്ടേ? ഇതിനി പറഞ്ഞിട്ട് അവിടെ ടാങ്കറിന് ഇവിടെ കൊണ്ട് വെള്ളം കൊടുക്കുന്നതല്ല. ഇതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ നേരത്തെ കാണണമായിരുന്നു. അല്ലെങ്കിൽ 5 വർഷമായിട്ട് സഫർ ചെയ്യുന്ന. അത് മാത്രമല്ല, ഇവരുടെ ഡെയിലി ആക്ടിവിറ്റീസിനുള്ള വെള്ളം പോലും എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. എന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ആവശ്യം, നെസസിറ്റിയാണ് വെള്ളം. അല്ല ഞാൻ പറയാം, ബേസിക് ആയിട്ടുള്ള ഇത് എന്താ പറയുക, നെസസിറ്റിയാണ് വെള്ളം എന്ന് പറഞ്ഞാൽ. അതുപോലും നമുക്ക് എന്ത് ചെയ്യാൻ, ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, കൊടുക്കുക. അപ്പം അതുപോലും കൊടുക്കാൻ പറ്റാത്ത ഒരാൾക്ക് ഇനി എന്തൊക്കെ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാലും, ഇനി വലിയ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് ഞാനിപ്പോൾ പല സ്ഥലത്തും റോഡ്, ഞാൻ സത്യം പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും പോവുക. ഈ റോഡുകൾ പല സ്ഥലത്തും റോഡേ ഇല്ല, കുഴിയെന്ന് വെച്ചാൽ കുഴി പോലെ കിടക്കുന്നത്. അപ്പം മെയിൻ കുറച്ച് സ്ഥലത്തൊക്കെ കുറച്ച് റോഡൊക്കെ റെഡിയാക്കി അകത്തോട്ട് ഒന്നും ഇല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ആൾക്കാരുടെ കണ്ണിൽ പൊടിയുടെ കണക്കാണ്. മനസ്സിലായി? പിന്നെ പലരും പറയുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ അവിടെ പലരും കാണാൻ പോകുമ്പോൾ അവരൊക്കെ എൻ്റെ അടുത്ത് ദേഷ്യം. എന്തുകൊണ്ടാണെന്ന് ഇവരെ കാരണം
ഇവർ പറയാം ഇത് പോയിട്ട് ഇനി ഇപ്പോഴൊന്നും വരില്ലല്ലോ, നിങ്ങൾ ഇനി 5 വർഷം കഴിഞ്ഞാലേ വരൂ. അത് തന്നെ ഇവരെയാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. എനിക്ക് പോയി കാണാം, കാരണം ഞാൻ പുതിയതായിട്ട് വരുന്ന ഒരു ആൾ പുതിയ സ്ഥലത്തേക്ക് വരുന്നു, പുതിയ നാട്, എനിക്ക് പോയി എല്ലാവരെയും പരിചയപ്പെടാം, എനിക്ക് എവിടെ വേണമെങ്കിലും പോവാം, മനസ്സിലായില്ല. പക്ഷേ ഇവർ പറയുന്ന ഇതിനാ ഇനി പോയിട്ട് എൻ്റെ നോക്കിയാൽ പോയിട്ട് ഇനി 5, അപ്പോൾ അത് റിപ്രസെൻ്റ് ചെയ്യുന്നത് ഇവർ ഭരിച്ച് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്, മനസ്സിലായില്ലേ. മോസ്റ്റ്ലി ഉള്ള ആൾക്കാർ സാറ്റിസ്ഫൈഡ് അല്ല. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കറക്റ്റായിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന മനസ്സുള്ള ഒരാളെ കൊണ്ടുവരണം. ഞാൻ പറയാം എൻ്റെ ഏറ്റവും ഞാൻ പറയട്ടെ, എൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഡോക്ടറാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഡോക്ടറായിട്ട് ഒരുപാട് ഒരു 7 വർഷം പേഷ്യൻസിനെ സെർവ് ചെയ്തിരുന്ന ഒരാളാണ്. എൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് എനിക്ക് മനുഷ്യരുടെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റും, വിഷമം മനസ്സിലാക്കാൻ പറ്റും, എമ്പത്തി. അപ്പോൾ ഒരാളുടെ പ്രശ്നം കേൾക്കുമ്പോൾ നമുക്ക് അയാളെ സഹായിക്കണം, അയാൾക്കൊരു ആശ്വാസം കൊടുക്കണം എന്നുള്ളൊരു മനസ്സ് വേണം. അതിനോടൊപ്പം നമുക്ക് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് വേണം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു ജോലിയായിട്ട് നമുക്ക് തോന്നാൻ പാടില്ല. നമ്മൾ എൻജോയ് ചെയ്ത് ഓടി നടന്ന എല്ലാ സ്ഥലത്തും നമുക്ക് വീഴുന്നവരെ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പം ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് കുണ്ട്ര എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയൽ ഹബ്ബായിരുന്നു, ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആയിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ കൊടുത്തിരുന്ന ഒരു സ്ഥലമാണ് ഇൻഡസ്ട്രിയൽ ഹബ്ബിൽ. കാഷ്യൂ ഇങ്ങനെയുള്ള പല സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുമില്ല, വിരലിൽ എണ്ണാന്ന് മാത്രമേ ഉള്ളൂ. അത് കാരണം ഒരുപാട് പേർക്ക് തൊഴിലില്ലായ്മ, അൺഎംപ്ലോയ്മെൻറ്റ്, ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ടിട്ട് പലരും ആത്മഹത്യ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു, മനസ്സിലായില്ലേ. അപ്പം എൻ്റെ ആദ്യത്തെ കാര്യം ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും കുണ്ട്രേനെ വന്നിട്ട് ഒരു ഇൻഡസ്ട്രിയൽ ഹബ്ബാക്കി തിരിച്ച് റീബിൽഡ് ചെയ്ത് റീബർത്ത് ചെയ്യാൻ ശ്രമിക്കുക. അതുവഴി ഒരുപാട് പേർക്ക് എംപ്ലോയ്മെൻറ്റ്. നമുക്ക് ജീവിക്കാൻ എന്ത് വേണം? കാശ് വേണം. ഫുഡിനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും കാശ് എങ്ങനെ കിട്ടും? ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും എന്ത് ചെയ്യണം? തൊഴിൽ വേണം. ആ തൊഴിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് എന്ത് ചെയ്യും? ഹാപ്പി ആയിട്ട് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പം മാക്സിമം ഇൻഡസ്ട്രിയൽ ഹബ്ബ് നല്ല രീതിയിൽ റീബിൽഡ് ചെയ്യുക, റീബർത്ത് ചെയ്തതിന് ശേഷം മാക്സിമം എന്ത് ചെയ്യുക? ഇൻഡസ്ട്രിയൽ ഹബ്ബാക്കി തിരിച്ച് കൊണ്ടുവരാനായിട്ടാണ് ഞാൻ ഫസ്റ്റ് പ്ലാൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ സ്റ്റാർട്ടപ്സ് ആയിട്ടുള്ള ഇപ്പോൾ പല യങ്സ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്റ്റാർട്ടപ്സ് പ്ലാൻസും കാര്യങ്ങളെല്ലാം നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റായിട്ട് ടൈപ്പ് ചെയ്ത് അവർക്ക് ഒരു ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പലരും പുറത്ത് പോകുന്നതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുറത്ത് എന്തുകൊണ്ടാണ് പോകുന്നത്? അവർക്ക് ബെറ്റർ ആയിട്ടുള്ള ജോബ് കിട്ടുന്നത്. അതുപോലും അവരെ സ്വന്തം നാട്ടിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർക്കൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അഷ്ടമുടി കായൽ അല്ലേ. അഷ്ടമുടി കായൽ എന്ന് പറഞ്ഞൊരു സ്ഥലം ഇത്രയും ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഓൾമോസ്റ്റ് ഒരു 10,000 ആൾക്കാർക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ജോലി കൊടുക്കാൻ പറ്റും, മനസ്സിലായില്ല. ഈ പറഞ്ഞ ബോട്ടിങ്, ഹോം സ്റ്റേ, പല കാര്യങ്ങളും അത് ചുറ്റും ചെയ്യാൻ പറ്റും. പക്ഷേ അതൊക്കെ എന്തുകൊണ്ട് നടക്കത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് കാരണമാണ് ഇത് നടക്കാത്തത്, മനസ്സിലായി. അല്ലെങ്കിൽ ഈ ലാൻഡിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ഇതൊക്കെ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് വിചാരിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നടക്കും. ഇവരൊന്നും വിചാരിച്ചാൽ നടക്കത്തില്ല. അപ്പോൾ എനിക്ക് രാജീവ് സാറുമായിട്ട് ആക്സസ് ഉള്ളത് കൊണ്ട് എനിക്ക് ഡയറക്റ്റ് മോദിജി ആരുമായിട്ട് വേണമെങ്കിൽ പോയി പറഞ്ഞ് കാര്യങ്ങൾ സോൾവ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 90 ദിവസത്തിനകത്ത് നമ്മുടെ പ്രൈം മിനിസ്റ്ററിനെ കൊണ്ടുവന്ന് നമ്മുടെ പ്രശ്നങ്ങൾ എന്താണോ അതെല്ലാം എല്ലാവരുടെ നമ്മുടെ കൊല്ലം കുണ്ടറ എൻ്റെ ഞാൻ പറയട്ടെ, എൻ്റെ മണ്ഡലത്തിലുള്ള ജനങ്ങളുടെ ഫ്രണ്ടിൽ വെച്ച് അവരുടെ പ്രശ്നങ്ങൾ എന്താണോ അതെല്ലാം കേട്ടതിന് ശേഷം ഇതിന് എന്തൊക്കെയാണ് സൊല്യൂഷൻസ് എന്നുള്ളത് പ്രധാനമന്ത്രിയെ കൊണ്ട് ഞാൻ പറഞ്ഞ് ഗ്യാരണ്ടി മേടിപ്പിക്കും. പിന്നെ ആ ഗ്യാരണ്ടി മേടിപ്പിച്ച ചെയ്യുക എന്നുള്ളൊരു കാവൽക്കാരനാണ് ഞാനത് ചെയ്തിരിക്കും. കുണ്ടറയുടെ കാവൽക്കാരനായിട്ട് ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കും. പിന്നെ ഇതെല്ലാം ചെയ്യാനുള്ളൊരു മനസ്സ് വേണം, മനസ്സിലായില്ലേ. നമ്മളല്ലാതെ ഈ പറഞ്ഞ കണക്ക് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ജോലിയായിട്ട് എന്ത് ചെയ്യരുത്, സർവീസ് ചെയ്തു തുടങ്ങി. ഇനിയിപ്പോൾ ഞാൻ ഡോക്ടർ എന്ന് പറയുമ്പോൾ ഞാൻ 12 hours നൈറ്റ് ഡ്യൂട്ടി ചെയ്തിരുന്ന ഡോക്ടർ, 14 മണിക്കൂർ ഹോസ്പിറ്റലിലാണ്, മനസ്സിലാവും. 7 വർഷം ഞാൻ ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിതൊരു ഈസി കാര്യമാണ്, മനസ്സിലായില്ല. അപ്പം പിന്നെ പലരും പറയുന്നുണ്ട് ബിഗ് ബോസ് ഷോ പോലെ അല്ല പൊളിറ്റിക്സ്. എക്സാക്ട്ലി, ബിഗ് ബോസ് ഷോ അല്ല പൊളിറ്റിക്സ്. ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞ ഒരു എന്റർടൈൻമെന്റ് ഷോ ആണ്. ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ആ ഒരു ക്യാരക്ടറിൽ നിന്ന് ഒരു മാറ്റം തോന്നുന്നുണ്ടോ? പറയാൻ കാര്യം ഈ ബിഗ് ബോസിലൊക്കെ നിൽക്കുമ്പോഴത്തേനും ആ ഒരു ഫെയിം ഒക്കെ കഴിഞ്ഞ് പുറത്തുനിന്ന് ഒരു പേരുണ്ടായിരുന്നു, ഈ അലറൽ രാജ എന്നൊക്കെ പറഞ്ഞിട്ട്. വീരൻ ജയിച്ചാലൊക്കെ എങ്ങനെയായിരിക്കും? ഇത് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും നമ്മുടെ. ഞാൻ പറയട്ടെ, ഒന്നാമത്തെ കാര്യം ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു പ്യൂർലി എന്റർടൈൻമെന്റ് ഷോ ആണ്. അത് ഹോട്ട്സ്റ്റാറിൽ കുറച്ച് വോട്ട്സ് കിട്ടുന്ന ഒരു ബേസിക് ഷോ. അതുമായിട്ടൊന്നും ഒരിക്കലും പൊളിറ്റിക്സ് കമ്പയർ ചെയ്യില്ല. കാരണം പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നമ്മുടെ നാട്, റിയാലിറ്റിയാണിത്. അപ്പോൾ നമ്മുടെ നാടിൻ്റെ ഡെവലപ്മെൻറ്റും ഇവിടുത്തെ ആൾക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ്. അതൊരു ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു ജോലിയാണ്. മറ്റേത് എൻ്റർടൈൻമെൻറ്റ് സെക്ടറാണ്, മനസ്സിലായി. ആൾക്കാർക്ക് കുറച്ച് ആശ്വാസം കിട്ടുന്ന ഒരു ഷോ. ഇത് റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതൊരിക്കലും ഒരു എൻ്റർടൈൻമെൻറ്റ് ഷോ ആയിട്ട് നിങ്ങൾ പലരും ചോദിക്കുന്നുണ്ട്. അതിനെ ഒരിക്കലും ഒരു ഇതായിട്ട് കമ്പയർ ചെയ്യില്ല. കാരണം ഞാൻ ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളല്ല, മനസ്സിലായില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിന് ശേഷം എനിക്ക് ഫെയിം വേണമായിരുന്നു, കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എത്തിക്കണമായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മളിപ്പം ഞാൻ ഒരു നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് സാധനക്കാരനാണ്. ഇനി ഞാൻ എപ്പോഴും കണക്കാക്കുന്ന ലൈഫ് ബിഫോർ ബിഗ് ബോസ്, ആഫ്റ്റർ ബിഗ് ബോസ് എന്നാണ്. അപ്പം ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം എവിടെ ചെന്നാലും ആരെങ്കിലും കാണുമ്പോൾ എൻ്റെ ഒരു സ്നേഹത്തോടെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ലൈഫേ മാറി. അപ്പോൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഒരുപാട് പേര് ഗ്യാദർ ചെയ്യുമ്പോൾ അവരൊരു എനർജി തരുന്നുണ്ട്. റോബിൻ എന്ന് പറഞ്ഞ് ഭയങ്കര എനർജി തരുമ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇവന് വേണ്ടിയാണല്ലോടാ ഇവിടെ വന്നേന്നുള്ളത്. അപ്പോൾ അവരിങ്ങോട്ട് എനർജി തരുമ്പം ഞാൻ ഇങ്ങനെ കാണിക്കും. ഞാൻ ഇത് കാണിച്ചെന്ന് പറഞ്ഞിട്ട്
അവിടെ ഒരാൾക്കും ഒരു ഉപദ്രവവും വരുന്നില്ല, മനസ്സിലായി? ദേ ഹാപ്പി, ഞാൻ ഹാപ്പി. പിന്നെ ഇത് ഞാൻ ഇനോഗ്രേഷൻ ഒരു 180 ഇനോഗ്രേഷൻസ് പോയിട്ടുണ്ട്. അതിലൊരു 10-12 സ്ഥലത്ത് മാത്രമേ ഈ ഒരു സംഭവം നടന്നിട്ടുള്ളൂ. പിന്നെ ഞാൻ അന്നും പറയുന്നുണ്ട്, ഞാനൊരു കോളേജിൽ പോയപ്പോൾ ഞാൻ കുറച്ച് എന്താ പറയുക ലൗഡായിട്ട് സംസാരിച്ച് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്രയും സ്ട്രെസ് ഉണ്ടായിരുന്നു, മനസ്സിലായില്ലേ? കാരണം ആ സമയത്ത് ഒരുപാട് പേര് സൈബർ കേൾക്കും സൈബർ അറ്റാക്ക് നേരിടുന്ന ഒരു സമയത്ത്, കാരണം പുതിയതല്ലേ, നമുക്കെല്ലാം ഒരു പുതുമ ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ മോൾഡ് ചെയ്ത് എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് പേര് ആ സമയത്ത് സൈബർ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഈ മീഡിയാസ് വന്ന് നമ്മൾ പ്രൊവോക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഔട്ട് ബസ്റ്റ് ആയി. പക്ഷേ അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇന്നേ വരെ ഞാൻ ആവർത്തിച്ചു. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിക്കാൻ പറ്റുമോ? അതിനുശേഷം ഞാൻ റിപ്പീറ്റ് ചെയ്ത ഒരു എക്സാമ്പിൾ കാണിക്കാൻ പറ്റും. ഇത്രയും വർഷത്തിൽ ആ ഒരു സമയത്ത് റോബിൻ ഒരുപാട് അധികം ട്രോളുകളൊക്കെ ഏറ്റുവാങ്ങിയ ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഇപ്പൊ എന്ത് വന്നാലും എനിക്കൊരു പ്രശ്നമില്ല, കാരണം ഞാൻ റെഡി ടു ഫേസ് ആണ്. ഇനി എന്ത് വന്നാലും, കാരണം പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതിന് ഇരട്ടി വരും. അതുമായി ബന്ധപ്പെട്ട കാര്യം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ കണ്ടതാണ്. അതായത് റോബിൻ BJP ചേർന്നത് ഇഷ്ടമല്ലാത്ത ചില ആൾക്കാർ വിളിക്കുകയൊക്കെ ഉണ്ടായിരുന്നല്ലോ റോബിനെ കോൺടാക്ട് ചെയ്തിട്ട്. അപ്പൊ റോബിൻ തന്നെ അവരെ തിരിച്ച് കോൺടാക്ട് ചെയ്ത് ഓൺ ക്യാമറയിൽ സംസാരിക്കുന്ന ഒരു കാര്യമൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിമർശനങ്ങളെ അങ്ങനെ കാണേണ്ടതായിട്ടുണ്ടോ? അതിനെ അങ്ങനെ നെഗ്ലക്ട് ചെയ്ത് വിട്ടാൽ പോരെ? അതൊരു ഷോ കാണിക്കലല്ലേ? അല്ല, നമ്മളിങ്ങനെ ഓൺ ക്യാമറയിൽ റിയാക്ട് ചെയ്യാന്ന് പറയുന്നത് അത് ഇച്ചിരി ഷോ ആണെങ്കിലും കുഴപ്പമില്ല, ഇച്ചിരിയൊക്കെ ഷോ ആവാം, ഒരിക്കലും അല്പൻ എന്ന് പറഞ്ഞൊരു സംഭവം എനിക്ക് കിട്ടിയിട്ടില്ല. അത് എനിക്കല്ല, വേറെ പലർക്കുമാണ് കിട്ടിയിട്ടുള്ളത്. കാരണം ഞാൻ അല്പത്തിന് ഞാൻ ഹംബിളായിട്ട് നീത്തിട്ടുള്ളൂ. ഞാൻ പിന്നെ ഈ പറഞ്ഞ കണക്ക് എനിക്ക് അതുകൊണ്ട് ഇതുണ്ട് മറ്റുണ്ട് മറിച്ചൊന്നുണ്ടൊക്കെ ഒരു പ്രാവശ്യം ഔട്ട് ബസ്റ്റ് ചെയ്ത സമയത്ത് പറഞ്ഞപ്പോൾ തെറ്റാണെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ആവർത്തിച്ചിട്ടില്ല, മനസ്സിലായില്ല? ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും റോബിൻ എഴുതിയിട്ടുണ്ടായിരുന്നു, പണ്ട് കാലത്ത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വേണ്ടത്ര ഒരു റെസ്പോൺസ് എന്താ പറയാ ഒരു കാര്യമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, പരിഗണന കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അർഹമായ പരിഗണനയും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണോ ഈ ഒരു ഫെയിമിനോട് ഇത്ര ഒരു ഇഷ്ടം? ഞാൻ പറയട്ടെ, ഞാൻ അധികം പഠിക്കുന്ന ഒരു കുട്ടിയല്ലായിരുന്നു, ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയല്ല, ബാക്ക് ബെഞ്ചർ ആയിരുന്നു. ടീച്ചേഴ്സൊക്കെ എപ്പോഴും പടി എന്ന് പറഞ്ഞ് കിഴിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അച്ഛനമ്മയാണെങ്കിലും ആ കുട്ടി കണ്ടുപിടി ഈ കുട്ടി കണ്ടുപിടി എന്നൊക്കെ പറഞ്ഞ് എന്നെ കമ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ കുട്ടിക്കാലത്ത് എനിക്ക് തന്നെ ഞാനൊന്നും അല്ലല്ലോ, എനിക്കൊന്നുമില്ല. കാരണം കസിൻസ് എല്ലാം പഠിച്ച് IIT-ലും അവിടെ ഇവിടെയൊക്കെ മേടിക്കുമ്പോൾ ഞാനങ്ങനെ ഓക്കെ എനിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഒരു കുറവുണ്ട്, അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന ഒരു കുട്ടിയാണെന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാൻ കഷ്ടപ്പെട്ട് എവിടെയെങ്കിലുമൊക്കെ എത്തണം, എന്തെങ്കിലും അച്ചീവ് ചെയ്യണം എന്നുള്ള ആ ഒരു കഷ്ടപ്പാടിൽ ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് ഞാൻ ഇതുവരെയായിട്ടും കള്ളുപിടിക്കുക സിഗരറ്റ് വലിക്കുക ഒന്നും ചെയ്തിട്ടില്ല. അതൊരു ഭയങ്കര സംഭവമായിട്ട് പറയല്ല, പക്ഷേ ഞാൻ ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല, മനസ്സിലായി? ഞാൻ ഈ പറയുന്നത് പബ്ബിലോ പാർട്ടിയോ പോകുന്ന ഒരാളൊന്നും അല്ല, മനസ്സിലായില്ലേ? ഞാൻ സത്യം പറഞ്ഞാൽ ലൈഫിൽ ഫോക്കസ്ഡ് ആയിട്ട് ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്, പഠിക്കുന്ന കുട്ടികളെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ എത്തും. പഠിക്കാത്ത എന്നെ പോലെയുള്ള കുറേ കുട്ടികളുണ്ടാകും, അവർക്കൊരു മോട്ടിവേഷൻ. എന്നെ പോലെയുള്ള കുട്ടികളും ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ എത്തണം, അവരെ കൊണ്ടും ഇത് പറ്റും എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു എക്സാമ്പിൾ ഞാൻ. പഠിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്, മനസ്സിലായില്ലേ? എന്നെ പോലെ ഒരാളെന്ന് പറഞ്ഞാൽ കുറച്ച് കുരുത്തം കെട്ട അല്ലെങ്കിൽ ഭയങ്കര പെർഫെക്റ്റ് അല്ലാത്ത കുട്ടികളും ജീവിതത്തിൽ എവിടെയെങ്കിലൊക്കെ എത്തണം, അതേപോലെ ഒരാളാവാനാണ് ഞാൻ ശ്രമിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഫെയിം എന്ന് പറഞ്ഞൊരു കാര്യം എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. ഞാൻ ഉള്ളത് പറയും, എനിക്ക് ഫെയിം ഇഷ്ടമാണ്. കാരണം കഷ്ടപ്പെട്ട് നേടിയെടുത്തതല്ലേ. നമ്മൾ കഷ്ടപ്പെട്ട ഒരു കാര്യം, നമ്മൾ കഷ്ടപ്പെട്ട് ഉറക്കം കഴിഞ്ഞൊക്കെ പരീക്ഷയ്ക്ക് എഴുതി നമ്മളത് പാസ്സാകുമ്പോൾ നമുക്കൊരു സന്തോഷം വരത്തില്ല, നമ്മളത് കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ്. അതേപോലെ ഈ ഫെയിം ആണെങ്കിലും ഞാൻ കഷ്ടപ്പെട്ട് എടുത്ത ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് എനിക്കതിൽ ഞാൻ പ്രൗഡാണ്, ഹാപ്പിയാണ്. എനിക്ക് ഫെയിം ഉണ്ട്, ഫെയിം ഞാൻ ഇഷ്ടപ്പെടുന്നു, അതിലെന്താ പ്രശ്നം? ഈ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് കുറച്ച് എനിക്ക് തോന്നുന്നു പിന്നീട് കുറച്ച് റോബിൻ അത്ര ആക്റ്റീവ് അല്ലായിരുന്നു തോന്നുന്നു. അതിനുശേഷം ഇപ്പൊ വീണ്ടും ആക്റ്റീവ് ആവാനാണ് പൊളിറ്റിക്സിലേക്ക് വന്നത്. ഞാൻ ഈ പറഞ്ഞ കണക്ക് എനിക്ക് വലിയൊരു ഡീഗ്രേഡിംഗ് ഫേസ് വന്ന സമയത്ത് ഞാൻ എൻ്റെ പ്രൊഫൈൽ ലോ പ്രൊഫൈൽ ആക്കി. എനിക്ക് മനസ്സിലായത് ഗ്രൂപ്പ് അറ്റാക്കാണ്, പ്ലാൻഡ് അറ്റാക്കാണ്, എനിക്കറിയാം കാര്യങ്ങൾ. ഞാൻ പിന്നെ അതൊന്നും എക്സ്പോസ് ചെയ്യുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു സമയത്ത് ഞാൻ പയ്യെ സമയമെടുത്ത് ഞാൻ തിരിച്ച് റീബിൽഡ് ചെയ്യാൻ വേണ്ടി ടൈം എടുത്ത് ഞാനിപ്പം കറൻറ്റ്ലി നിങ്ങൾക്ക് ഞാൻ എന്തൊക്കെ ചെയ്യുന്നത് അറിയത്തില്ല. ഞാൻ വെൽമൗണ്ട് ഹെൽത്ത് കെയർ കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡർ 5 വർഷത്തേക്ക്, സിവിൽസ് 360 IAS അക്കാഡമിയുടെ ബ്രാൻഡ് അംബാസഡറാണ് 5 വർഷത്തേക്ക്, പ്രോമിസ് ബിൽഡേഴ്സിൻ്റെ ബ്രാൻഡ് അംബാസഡറാണ് 5 വർഷത്തേക്ക്, ട്രേഡ് മാസ് അക്കാഡമിയുടെ ബ്രാൻഡിംഗ് പാർട്ണറാണ് 3 വർഷത്തേക്ക്, ട്രാൻസോഴ്സ് മെഡിക്കൽ കോഡിംഗ് കമ്പനിയുടെ ബ്രാൻഡിംഗ് പാർട്ണറാണ് 3 വർഷത്തേക്ക്, ഓർബിറ്റ് ഗ്രൂപ്പിൻ്റെ വൈസ് ചെയർമാൻ CEO ആണ്. ഇത്രയും കാര്യങ്ങൾ എനിക്കുണ്ട്, മനസ്സിലായില്ലേ? നിങ്ങൾ അറിയത്തില്ല, ഞാൻ ഇത്രയും കാര്യങ്ങൾ എൻ്റെ പ്രൊഫൈൽ ബിൽഡിങ് ചെയ്യാം. അപ്പോൾ ഞാനൊരു പ്രൊഫൈലിലേക്ക് പോകുമ്പോൾ അവർക്ക് നോക്കുമ്പം ഈസ് എ ഡോക്ടർ, ഓക്കെ, എൻ്റെ പേരിൽ കേസോ കാര്യങ്ങളൊന്നുമില്ല, മനസ്സിലായില്ലേ? ഞാൻ അങ്ങനത്തെ ഒരു കാര്യങ്ങളിലും ആവശ്യമില്ലാത്ത വലിയ കാര്യത്തിലൊന്നും പോകത്തില്ല. പിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഭൂമിയോളം താഴ്ന്നു കഴിഞ്ഞാൽ തിരിച്ച് ഞാൻ റിയാക്ട് ചെയ്യുന്നൊരു പേഴ്സണാണ്, അല്ല എല്ലാം കേട്ടുകൊണ്ട് വീട്ടിൽ പോകാൻ എൻ്റെ കൂടെ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തിയായിട്ടുള്ള ഞാൻ അതുപോലെ കഷ്ടപ്പെട്ട് ഫൈറ്റ് ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്താൽ. പൊളിറ്റിക്സ് ആണെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് വിളിച്ചിട്ട് റോബിനെ നീ കയറി, അങ്ങനെയല്ല. ഞാൻ അങ്ങോട്ട് ചാൻസ് ചോദിച്ച് ഇങ്ങോട്ട് ഡിസ്കഷൻ വന്ന് പ്രോപ്പറായിട്ടുള്ളൊരു കാര്യം നടന്നിട്ടാണ് എനിക്ക് ഈ ഒരു സീറ്റ് തന്നിരിക്കുന്നത്, മനസ്സിലായില്ല? അല്ല ഞാൻ 1 രൂപ കൊടുത്തിട്ടോ അല്ലെങ്കിൽ അവരെ എനിക്ക് കാശ് തന്നിട്ടോ ഒന്നുമല്ല. ഇതൊക്കെ ഓക്കെ ദിസ് പേഴ്സൺ ഈസ് എലിജിബിൾ, ഇയാളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും
എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് അത് തന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മെമ്പർഷിപ്പ് കിട്ടി 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എനിക്ക് സ്ഥാനാർത്ഥിയായിട്ട് അതും ബി ജെ പി ഞാൻ എന്ത് ചെയ്തു, സ്ഥാനാർത്ഥിയായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ചുമ്മാ കാര്യം ചില്ലറ കാര്യമല്ല, മനസ്സിലായി. അവർക്ക് എന്നിലുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എഴുതി വെക്കുന്നു. ഇന്ന് എൻ്റെ മണ്ഡലം ഏതാണെന്ന് അറിഞ്ഞ 6ാമത്തെ ദിവസം ഞാനിന്ന് പറയുന്നു, ഉറപ്പായിട്ടും ഞാൻ ഈ ഇലക്ഷൻ ജയിച്ചിരിക്കും. കാരണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ സിൻസിയറായിട്ട് ഇഷ്ടപ്പെടുന്ന, ഞാൻ ആ മണ്ഡലത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ജനങ്ങൾ ആ മണ്ഡലത്തിലുണ്ട്. എനിക്കറിയാം, മനസ്സിലായില്ലേ? ലൈഫിലെ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് ഡോക്ടർ റോബിൻ ഇപ്പോൾ? ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ്. എനിക്ക് എന്തൊക്കെ ഉണ്ടോ അതിൽ സാറ്റിസ്ഫൈഡ്. ഇനിയൊന്നും നേടാനില്ല. അങ്ങനെ എനിക്ക് എന്തൊക്കെയുണ്ടോ അതിൽ ഞാൻ ഹാപ്പിയാണ്. എനിക്ക് ഇനി എന്തൊക്കെ കിട്ടും ഉള്ളതുകൊണ്ട് ഓണം പോലെയല്ലേ. എനിക്ക് എന്തൊക്കെയുണ്ടോ ഞാൻ അതിൽ സാറ്റിസ്ഫൈഡാണ്. ഇനി എന്തൊക്കെ കിട്ടിയാലും അതെനിക്ക് ബോണസാണ്. ഞാൻ സൂപ്പർ ഹാപ്പി, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്കത് കിട്ടിയില്ലല്ലോ, അത് നടന്നില്ലല്ലോ എന്ന് വിചാരിച്ചൊന്ന് വിഷമിച്ചിരിക്കുന്നത്. ഭയങ്കര സപ്പോർട്ടാണെന്നേ. കാരണം എൻ്റെ അമ്മയ്ക്ക് വയ്യ. ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് നിന്ന് നിങ്ങൾക്ക് ഇന്റർവ്യൂ തന്ന് ഞാൻ ക്യാമ്പയിൻ കഴിഞ്ഞ് ഇന്ന് രാത്രി 8:30 മണിയാകുമ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് പോകും. എല്ലാ ദിവസവും ക്യാമ്പയിൻ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് പോയി ഞാൻ എത്തുന്ന രാവിലെ 3:30-4 മണിക്കാണ്. മനസ്സിലായില്ലേ? ഫാമിലിനെ ഞാൻ നോക്കുന്നുണ്ട്. ഇതിൽ എൻ്റെ വൈഫിൻ്റെ കാര്യം ഭയങ്കരമായിട്ട് എനിക്ക് പറഞ്ഞേ പറ്റി. കാരണം കണ്ടിട്ടില്ല, ഞാൻ 6 ദിവസമായിട്ട് കണ്ടില്ല. ഇനി എൻ്റെ ലൈഫ് ഇതാണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ എന്നാലും ഷീ ഈസ് വെരി സപ്പോർട്ട്. എനിക്കൊന്ന് കലാശക്കുട്ടിനെ എന്തായാലും ആര്യപ്പൊടിനെ കൊണ്ടുവരാൻ പ്ലാൻ. കാരണം പുള്ളിക്കാരെ കൊണ്ട് ഇത്രയും നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കണ്ടുമുട്ടിയ ഒരു ഇന്റർവ്യൂ ഒക്കെ ഒന്നാമത്തെ കാര്യം പുള്ളിക്കാരി ഒരു ഇന്റർവ്യൂവർ അല്ല, മനസ്സിലായില്ല. പുള്ളിക്കാരി അന്ന് സത്യം പറഞ്ഞാൽ എന്നെ കാണാനും ജസ്റ്റ് അവർ ഇതിന് എവിടെയെങ്കിലും അന്വേഷണം കണ്ടിട്ടുണ്ടോ, അതിന് മുന്നേ കണ്ടിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അവർ മേ ബി ചിലപ്പോൾ നിമിത്തമായിട്ട് എന്നെ കാണാൻ വേണ്ടി എന്ത് ചെയ്തായിരിക്കും, അങ്ങനെ ഒരു ഇന്റർവ്യൂ സെറ്റ് ചെയ്തായിരിക്കും. പക്ഷേ പുള്ളിക്കാരി അതിന് മുന്നേ 3 സിനിമകളൊക്കെ തമിഴും തെലുങ്കൊക്കെ അഭിനയിക്കും. സ്വന്തമായിട്ട് ഓൺട്രപ്രണറാണ്, സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. സോ ഒബ്വിയസ്ലി ഐ ആം റിയലി പ്രൗഡ് ഹസ്ബൻഡ്. ലൈഫ് എത്രത്തോളം മാറി കല്യാണത്തിന് ശേഷം? ഞാൻ കുറച്ചുകൂടെ ദേഷ്യവും കാര്യങ്ങളൊക്കെ കുറെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു. കുറെ ക്ഷമ കിട്ടി. പിന്നെ കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്യാനും കുറെ, ഞാൻ സത്യം പറഞ്ഞു, അതൊക്കെ എനിക്ക് അങ്ങനെ കുറെ ഗുണങ്ങളൊക്കെ അനലൈസ് ചെയ്ത് ഇപ്പോൾ എടുത്തു ചാടി വരും. പണ്ടത്തെ ഞാനാണെങ്കിൽ ഒന്നും നോക്കത്തില്ല. ഇപ്പം നിങ്ങളിപ്പോൾ ചോദിച്ചത് ഇങ്ങനെയൊന്നും ആയിരിക്കും നിങ്ങൾ അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അടി ബഹളമൊക്കെ ആയി ചിലപ്പോൾ നമ്മളിവിടെ അങ്ങോട്ട് ഭയങ്കര പ്രശ്നമായിട്ട് നടന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് അങ്ങനെ ആയിരുന്നില്ല പണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറിയില്ലേ. ഇപ്പം നിങ്ങൾ ചോദിച്ചില്ലേ ഇങ്ങനെ അല്ലല്ലോ റോബിൻ, ഇതിൽ മാറിയില്ലെന്ന്. അത് ഇപ്പോഴല്ല. നിങ്ങൾ എൻ്റെ പ്രീവിയസ് 2 വർഷത്തെ സംഭവങ്ങൾ എടുത്ത് നോക്കി, എവിടെ ഇങ്ങനെ ഇല്ല. നിങ്ങൾ ചോദിച്ചില്ല എൻ്റെ പ്രൊഫൈൽ ലോ ആയിട്ട്, ഞാൻ ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്തതാണ്, മനസ്സിലായില്ല. അല്ലാതെ അനാവശ്യമായിട്ടുള്ള ഒരുപാട് കണ്ടന്റ് കാര്യങ്ങൾ കൊടുക്കാൻ പറ്റില്ല. പ്രോപ്പറായിട്ടുള്ള കണ്ടന്റ് ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് അറിയത്തുള്ളൂ, മനസ്സിലായില്ലേ. ഇപ്പോൾ റീസെൻ്റ്ലി ഞാനിപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞില്ലേ, ഇപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ജസ്റ്റ് ലോജിക്കലി ചോദിക്കാം. ഇപ്പോൾ കുണ്ട്ര മണ്ഡലത്തിൽ, നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് 6000 വോട്ട് സംതിങ് ആണ് BDJS കിട്ടിയത്. അന്ന് BDJS ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് BJP വന്നിരിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കുകയാണ്, ഇത് A ക്ലാസ് മണ്ഡലം, A+ മണ്ഡലം, അങ്ങനെ ഒന്നല്ല അവർ കൺസിഡർ ചെയ്ത്. ഈ മണ്ഡലത്തിൽ നിന്ന് സപ്പോസ് ഒരു 1% ചാൻസിൽ ഞാൻ ജയിച്ചെന്ന് വെച്ചോ, ഞാൻ ചോദിക്കുക, നരേന്ദ്രമോദിജി കുണ്ട്രയിൽ വന്ന് ലാൻഡ് ചെയ്യോ ഇല്ല ഹെലികോപ്റ്ററിൽ? നിങ്ങൾ പറയാം, നിങ്ങൾ തോന്നുന്നുണ്ടോ ഇല്ല വരുമെന്ന്? അല്ല, ഞാൻ ചോദിച്ചത് PV രാജേഷ് എന്ന് പറഞ്ഞൊരു വ്യക്തി അവിടെ കോർപ്പറേഷൻ പിടിച്ചടക്കിയപ്പോൾ അവർ പറഞ്ഞിരുന്നു 100 ദിവസത്തിനകത്ത് വരുമെന്ന് പറഞ്ഞു. മോദിജി വന്നിട്ട് എഴുതി വെച്ചോ. ഞാൻ ഇപ്പോഴും പറയാം, 90 ദിവസത്തിനകത്ത് ഞാൻ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ റിസൾട്ട് വന്നതിന് ശേഷം 90 ദിവസത്തിനകത്ത് മോദിജി ഹെലികോപ്റ്ററിൽ നമ്മളാ കുണ്ട്രയുള്ള പവലിയനിൽ വന്ന് ലാൻഡ് ചെയ്തിരിക്കുന്നു. ആ ചേട്ടനാണ് സത്യം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ റോബിൻ ജയിച്ചിട്ട് ഞങ്ങൾ ഒന്നുകൂടെ ഒരു വരവ് വരും. അന്ന് വരണം. ജയിക്കുമെന്ന് 100% കോൺഫിഡൻസ് ഉണ്ടല്ലോ അല്ലേ? ഞാൻ ജയിച്ചിരിക്കും. കാരണം എന്താണെന്നറിയോ, ഇതെന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ, ഞങ്ങളുടെ പ്രസ്റ്റീജ് ഇഷ്യൂ, മനസ്സിലായില്ലേ. നമ്മുടെ നാട്ടിലെ NDA പ്രവർത്തകരായിട്ടുള്ള BJP പ്രവർത്തകരായിട്ടുള്ള എല്ലാവരുടെയും നമ്മുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. അതുകൊണ്ട് നമ്മൾ ജയിക്കാൻ വേണ്ടി തന്നെയാണ് ഇത് കളിക്കുന്നത്. ഇപ്പൊ റോബിനെ നമ്മൾ ഒരുപാട് കാലങ്ങൾ കേട്ടതാണ്. റോബിന്റെ ഈ സിനിമ ആഗ്രഹം നമുക്കറിയാം, ലാലേട്ടൻ പോലും പോസ്റ്റർ അതും കൂടെ ജസ്റ്റ് ഒന്ന് വ്യക്തമായിട്ട്. കാരണം എനിക്ക് ബിഗ് ബോസ് ഇറങ്ങിയതിന് ശേഷം ഈ നിയമസഭയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ 4 വർഷം വെയിറ്റ് ചെയ്യണം. അപ്പോൾ 4 വർഷം കൊണ്ട് എന്നെ മറന്നു പോകുന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. ആ ചിന്ത മാറാനും ഇതിലേക്ക് വരാൻ വേണ്ടി ഇടയ്ക്ക് ഒരു സിനിമയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഫെമിലറുടെയും സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ആവശ്യം വന്നില്ല. ഇപ്പം ഞാൻ പറയാം, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പം നമ്മുടെ വിത്ത് ഓൾ റെസ്പെക്ട് ആറാട്ടണ്ണനോ അല്ലെങ്കിൽ പറഞ്ഞ അരുൺ ജോസ് പെരേരയ്ക്കൊക്കെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ, അവരെ കൊണ്ട് ഒരു റോളിൽ അഭിനയിക്കാൻ അവർക്കൊരു ചാൻസ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ചിന്തിക്കാന്നേ ഉള്ളൂ എനിക്ക് ചാൻസ് വരുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാന്നുള്ളൂ. ഞാനത് എന്തുകൊണ്ട് എടുത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹം ഇതായിരുന്നു. അല്ല പെട്ടെന്നൊരു ദിവസം ഞാൻ വന്നിട്ട് ഇതിൽ പൊട്ടിമുളച്ച് ഇതിൽ വന്നതല്ല. എനിക്ക് ഇനി സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഒബ്വിയസ്ലി ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ ബിഗ് സ്ക്രീനിൽ വരണമെന്നൊരു ആഗ്രഹം വരത്തില്ലേ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഇതായിരുന്നു, ഇതിലേക്ക് എത്തി. ഇനി എനിക്കൊരു സമയം എടുത്തൊരു സിനിമ ചെയ്തിട്ട് എപ്പോഴെങ്കിലും അത് ഞാനിതിപ്പോൾ മുൻകൂട്ടി പറയുന്നില്ല, എന്തായാലും ഒരു ആഗ്രഹമുണ്ട് ഒരു സിനിമ ചെയ്യാനായിട്ട്, മനസ്സിലായില്ലേ. പിന്നെ രാവണ യുദ്ധം എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ എന്ത് ഇല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് 2 വാച്ച് കിട്ടിയ നിങ്ങൾ ആലോചിക്കണം. വർഷങ്ങൾക്ക് ശേഷവും ഇപ്പോഴും
സിനിമ ഒരു ട്രെയിലറോ ടീസറോ ഇറങ്ങാത്ത ഒരു പോസ്റ്റർ മാത്രം ഇറങ്ങിയ ഒരു സിനിമേൻ്റെ പേരും അതിലെ 2 വാച്ച് നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് മൈ അച്ചീവ്മെൻറ്റ്. ആ പേര് ഇനി ആർക്കും എടുക്കാൻ പറ്റില്ല, കാരണം ഓൾറെഡി ഞാൻ അത് രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇനി എവിടെ നിന്ന് അടിച്ചു നോക്കിയാലും രാവണ യുദ്ധം എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ അതിൻ്റെ ഫസ്റ്റ് മൂവിയല്ല, അത് റിലേറ്റഡ് ആയിട്ട് ഒരു മൂവിയൊക്കെ ചെയ്യണമെന്നുണ്ട്. നിങ്ങൾ എന്തായാലും ഗ്രാജുവലി കാണും. അപ്പൊ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.